കണ്ണൂരിലുണ്ടായത് കണ്ണ് തള്ളുന്ന ഒരു കവർച്ച തന്നെയാണ്. കാരണം ഒരു വീട്ടിൽ വളപട്ടണത്തെ ഒരു വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് ചില്ലറ വസ്തുക്കളൊന്നുമല്ല, 1 കോടി രൂപയും 300 പവനും ഒരു വീട്ടിലുണ്ടായിരുന്നു. അത് ഈ വ്യാപാരി മന്ന സ്വദേശി അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത്. അവർ കുടുംബമടക്കം വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്താണ് മോഷണം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതികരണങ്ങൾ നോക്കാം. കറക്റ്റായിട്ട് തന്നെ നമ്മളെ ലോക്കറുള്ള സ്ഥലം വരെ അവർക്ക് മനസ്സിലായിന്. അത് ഇതുണ്ട്, അത് 2 അലമാരിലുണ്ട്. ഒരു അലമാരിൽ വെച്ച് അത് പൂട്ടി, അത് ചാവി വേറൊരു അലമാരിൽ വെച്ചിട്ട് അത് പൂട്ടിയിട്ടാണ് അതിൽ പോയത്. ഒരു CCTV 2 ഇങ്ങനെ പറയുന്നുണ്ട്. ഇല്ല സംശയമില്ല. ഈ അലമാര മാത്രമേ വലിച്ചു ഈ 3 ബെഡ്റൂമിൽ കയറി. അത് വേറൊരു അലമാരയിലുള്ളത് ചാവി വേറൊരു ബെഡ്റൂമിലാണ് ഉണ്ടായത്. അവിടുത്തെ ആ ബെഡ്റൂമിൽ നിന്ന് അലമാരിയിൽ നിന്ന് ചാവി എടുത്താൽ വേറൊരു ബെഡ്റൂമിൽ അലമാര പറഞ്ഞത്. പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടി എടുക്കും. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടി എടുക്കും. ശരി, സാരംഗ് ഇപ്പോൾ നേരത്തെ നാട്ടുകാരൻ പറഞ്ഞ പോലെ ഒരു അലമാരയുടെ താക്കോല് മറ്റൊരു മുറിയിലെ അലമാരയിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി അറിയുന്ന പോലെയുള്ള ആളുകൾക്കല്ലേ ഇത് ചെയ്യാൻ കഴിയും? എന്താണ് സംശയിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ റൂറൽ SP സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം നമ്മളോട് എത്രയും പെട്ടെന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ മൊഴിയെടുക്കാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. നേരത്തെ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും അവിടെ വീട്ടിലേക്ക്, മോഷണം നടന്ന വീട്ടിലേക്ക് പരിശോധന നടത്താനായി എത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് നായ മോഷണം നടന്ന വീട്ടിൽ നിന്നും റെയിൽവേ ട്രാക്കിലൂടെ ഒടുവിൽ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ഓടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു. ഇനി അപ്പോൾ അത്തരത്തിൽ ഇനി കയറി ഈ മോഷണാക്കളുടെ സംഘം അവിടെ നിന്ന് സ്ഥലം വിട്ട് കാണുമോ എന്നുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജില്ലയെ ആകെ തന്നെ ഞെട്ടിച്ച വലിയൊരു മോഷണമാണ്. കാരണം ഇപ്പോഴത്തെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ 300 പവൻ സ്വർണം എന്നൊക്കെ സമയത്ത് അത് എത്രത്തോളം വലിയ മൂല്യമുള്ളതാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെയാണ് 1 കോടി രൂപ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന സംശയമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഒരു ദൂരയാത്ര പോവുകയാണെങ്കിൽ വീട്ടിലൊരു 2 ഗ്രാമിന്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ പോലും അടുത്ത വീട്ടിൽ സുരക്ഷിതമായിട്ടൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോവുക. ഇത് വ്യവസായിയാണ്, അദ്ദേഹത്തിന്റെ പണം അല്ലേ ഒരുപാട് കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ 1 കോടി രൂപയും ഇത്രയും സ്വർണ്ണമൊക്കെ വീട്ടിൽ സൂക്ഷിക്കുക എന്നത് വലിയൊരു അബദ്ധവും കൂടിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് പതിവുള്ളതാണോ? എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണോ? ദിവി, അഷ്റഫ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു അരി വ്യവസായിയാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ ജില്ലകളുടെ 4 വാർഡിൽ നിന്നും നിരവധിയായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ, ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി ഓർഡറുകൾ അദ്ദേഹത്തിന് വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞ ലിക്വിഡ് മണി തന്നെയാണ് കൂടുതലായും ഉപയോഗിക്കാറുള്ളത്. ഇപ്പോഴും അവിടെ ഡിജിറ്റൽ മണി എന്ന രീതിയിലേക്ക് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ UPI ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത് വളരെ അധികം കുറവാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ സ്ഥാപനത്തിൽ പണം സൂക്ഷിക്കുന്നതിനേക്കാളും നിൽക്കുന്നത് തന്റെ വീട്ടിനകത്തെ ലോക്കറിൽ വെക്കുന്ന പോലുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ പണം സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ എത്തുകയുള്ളൂ.